എല്ലാവർക്കും കണക്ക് പുതിയ സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് SSCRT 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങളാണ്. അപ്പോൾ കൊച്ചു ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സർക്കിൾ അല്ലെങ്കിൽ എന്താണ് വൃത്തം. എന്താണിത്? സർക്കിളാണ്. സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിനെ സൂചിപ്പിക്കുന്ന അക്ഷരമെന്ന് പറയുന്നത് ഓയാണ്. സർക്കിളിനെ സെന്ററിനെ സൂചിപ്പിക്കാൻ ഓ. അപ്പോൾ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം. ഈ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഓ. വൃത്തമെന്ന് പറയുന്ന പാഠത്തിലെ ഏത് കേന്ദ്രം തന്നാലും ഏത് സെന്റർ തന്നാലും അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഓ. കൂടാതെ സെന്ററിൽ നിന്നും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള അകലത്തെ പറയുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആർ. അപ്പോൾ റേഡിയസ് അല്ലെങ്കിൽ ആരത്തെ സൂചിപ്പിക്കാൻ ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ആരം അല്ലെങ്കിൽ റേഡിയസിനെ സൂചിപ്പിക്കുന്നത്. കൂടാതെ സർക്കിളിന്റെ സെന്ററിൽ കൂടി കടന്നു പോകുന്ന ഏറ്റവും വലിയ ഒരു കോഡ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഞാനിനെ പറയുന്ന പേരാണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. വ്യാസത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഡി. വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ വര ലൈനെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ ദ ലൈൻ ഈസ് കാൾഡ് കോഡ്. ഇതിനെ പറയുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കോഡിനെ സൂചിപ്പിക്കുന്ന അക്ഷരം കോഡ് അല്ലെങ്കിൽ ഞാൻ. AB എന്ന അക്ഷരം ഉപയോഗിച്ചാണ് നമ്മളിവിടെ എന്തിനെ സൂചിപ്പിച്ചത്? കോഡ് അല്ലെങ്കിൽ ഞാൻ. അപ്പോൾ സർക്കിളിന് സെന്റർ സൂചിപ്പിക്കുന്ന അക്ഷരം O ആയിരിക്കും. റേഡിയസ് ആരം R ആയിരിക്കും. ഡയമീറ്റർ വ്യാസം D ആയിരിക്കും. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ സെന്ററിൽ കൂടി കടന്നു പോകുന്ന ഏറ്റവും വലിയ കോഡ് അല്ലെങ്കിൽ ഞാനായിരിക്കും. ഞാൻ വൃത്തത്തിലെ സർക്കിൾ ഏതെങ്കിലും രണ്ട് പോയിന്റ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെ പറഞ്ഞ പേരാണ് ഞാൻ. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സുകൾ പഠിച്ചതാണ്. അതൊക്കെ നമുക്ക് ഈ പാഠം തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിലെ ഫസ്റ്റ് പാർട്ടായ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, മട്ട ത്രികോണവും സർക്കിൾ വൃത്തവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളും ആ സർക്കിളിനകത്തുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആ റിലേഷനാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു സർക്കിളാണ്. സർക്കിളിന് സെന്റർ ഉണ്ട്. ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ O ആണ്. ഈ സർക്കിളിന്റെ സെന്ററിൽ കൂടി ഞാനൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനെ പറയുന്ന പേരെന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. ഈ ഡയമീറ്ററിന് രണ്ട് എൻ പോയിന്റ്സ് ഉണ്ട്. ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻ പോയിന്റ്സ് ആണ് എയും ബിയും. അപ്പോൾ ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻ പോയിന്റ്സ് ആയ എയും ബിയും കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് ട്രയാംഗിൾ മേക്ക് ചെയ്യുകയാണ്. അപ്പോൾ AB എന്ന് പറയുന്ന എൻ പോയിന്റ്സ് സർക്കിളിലെ ഏതോ ഒരു പോയിന്റ് ആയ സിയുമായിട്ട് ഞാൻ എന്ത് ഫോം ചെയ്തു? ഒരു ട്രയാംഗിൾ ഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന ട്രയാംഗിൾ എന്ന് പറയുന്നത് ഏത് ട്രയാംഗിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കും. നമുക്ക് മനസ്സിലായി. AB എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ രണ്ട് എൻ പോയിന്റ്സിനെ വൃത്തത്തിലെ ഒരു പോയിന്റ് ആയ സിയുമായി കണക്ട് ചെയ്ത് വരയ്ക്കുന്ന എല്ലാ ട്രയാംഗിളും എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. ഓക്കെ, സിയുടെ പൊസിഷൻ നമുക്കൊന്ന് മാറ്റാം. ഇവിടുത്തെ ഒരു പോയിന്റ് ഞാൻ D ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? AB എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് മേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ട്രയാംഗിൾ എന്ന് പറയുന്നത് ഏത് ട്രയാംഗിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കും. ഇതാണ് നമ്മുടെ പാഠത്തിലെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ കണ്ടീഷൻ ഇതാണ്: ഒരു ഡയമീറ്ററിന്റെ രണ്ട് എൻ പോയിന്റ്സിനെ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ട്രയാംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കും. AB എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്റർ കൂടാതെ ഈ ട്രയാംഗിളിന് മൂന്നാമതൊരു പോയിന്റ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആയിരിക്കണം.
ഈ മൂന്നാമത്തെ പോയിന്റിന്റെ കണ്ടീഷൻ എന്താ? തേർഡ് പോയിന്റ് ഈസ് ഓൺ ദ സർക്കിൾ. നമ്മൾ മൂന്നാമത് എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണെങ്കിൽ ഓൺ ദ സർക്കിൾ ആണെങ്കിൽ, വൃത്തത്തിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ചു കിട്ടുന്ന എല്ലാ ട്രയാങ്കിളും ഏത് ട്രയാങ്കിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കും. അപ്പോൾ ഒരു മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും സർക്കിൾ, വൃത്തവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിനെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏത് ട്രയാങ്കിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കും. ഇനി നമുക്ക് ഡയമീറ്റർ അല്ലാതെ മറ്റൊരു ലൈൻ വരച്ചിട്ട് കിട്ടുന്ന ട്രയാങ്കിൾ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കാം. സർക്കിൾ ആണ്, സെന്റർ O ആണ്. ഞാൻ വരച്ച AB എന്ന് പറയുന്ന ലൈൻ അത് ഡയമീറ്റർ അല്ല, അതൊരു കോഡാണ്. കാരണം ഡയമീറ്റർ പാസ് ചെയ്ത് പോകേണ്ടത് സെന്റർ കൂടെയാണ്. ഡയമീറ്റർ പാസ് ചെയ്ത് പോകുന്നത് സെന്റർ ആണ്. ഇവിടെ ഞാൻ വരച്ച AB എന്ന് പറയുന്ന ഡയമീറ്റർ, AB ഈസ് നോട്ട് ഡയമീറ്റർ. AB എന്ന് പറയുന്ന ഒരു കോഡാണ്, അല്ലെങ്കിൽ ഞാനാണ്. അപ്പൊ AB യുടെ രണ്ട് എൻഡ് പോയിന്റ്സിനെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരച്ചാൽ എനിക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല? 90 ഡിഗ്രി ആയിരിക്കത്തില്ല. ഈ ആംഗിൾ 90 ഡിഗ്രി ആകണമെങ്കിൽ AB എന്ന് പറയുന്ന ലൈൻ പാസ് ചെയ്ത് പോകേണ്ടത് ഏത് പോയിന്റിൽ കൂടി ആയിരിക്കണം? O എന്ന സെന്റർ കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ AB എന്താകണം? AB ഡയമീറ്റർ ആയാൽ മാത്രമേ ആംഗിൾ C എന്താവുകയുള്ളൂ? 90 ഡിഗ്രി ആവുകയുള്ളൂ. എന്നാൽ മാത്രമേ ACB എന്ന് പറയുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണം ആവുകയുള്ളൂ. കണ്ടീഷൻ ഇതാണ്. നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ ബേസ് അതെന്തായിരിക്കണം? ഡയമീറ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ലൈൻ പാസ് ചെയ്ത് പോകുന്നത് സെന്ററിൽ കൂടി ആയിരിക്കണം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിനെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരച്ചപ്പോൾ എനിക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് അതിന് തെളിവ് വേണം. നമുക്ക് ഞാൻ എന്തുണ്ടാക്കാൻ പോവുകയാണ്? പ്രൂഫ് മേക്ക് പോവുകയാണ്. ഏത് കണക്ക് ചെയ്താലും അതിന് എന്ത് വേണം? പ്രൂഫ് വേണം. പ്രൂഫിലേക്ക് നമുക്ക് അത് ശരിയാണെന്ന് പ്രസ്താവിക്കാൻ സാധ്യമല്ല. അപ്പോൾ സർക്കിൾ വരച്ചു, O എന്ന് പറയുന്ന സെന്റർ, സെന്ററിൽ കൂടി ഞാൻ ഒരു ലൈൻ വരച്ചു. ആ ലൈൻ എന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഈ പോയിന്റ് C എന്ന് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചു AB ഡയമീറ്റർ ആണെങ്കിൽ ആ AB യുടെ രണ്ട് എൻഡ് പോയിന്റ്സിനെ സർക്കിളുമായി ജോയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് അതിന്റെ തെളിവാണ്. അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ C എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണെന്ന് പ്രൂവ് ചെയ്യണം? 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ C എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ACB എന്ന് പറയുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവുകയുള്ളൂ, അല്ലെങ്കിൽ മട്ടത്രികോണം ആവുകയുള്ളൂ. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് O എന്ന് പറയുന്ന സെന്റർ ആണ്. ഈ CO എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ് കണക്ട് ചെയ്താൽ ലൈൻ വരയ്ക്കും. അപ്പൊ തന്നിരിക്കുന്ന ചിത്രത്തിൽ സിയും ഓയും കണക്ട് ചെയ്ത് എന്ത് വരച്ചു? ലൈൻ വരച്ചു. നമുക്കറിയാം OA is equal to OC is equal to OB. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ OA, OC, OB ഇവയെല്ലാം സർക്കിളിന്റെ എന്താണ്? റേഡിയസ് ആണ്. സർക്കിളിന്റെ എന്താണ്? റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. അപ്പൊ ഒരു സർക്കിളിന്റെ എല്ലാ റേഡിയസും എന്തായിരിക്കും? ഈക്വൽ എന്തായിരിക്കും? അപ്പോൾ OA എന്ന് പറയുന്ന ലൈനും OC എന്ന് പറയുന്ന ലൈനും OB എന്ന് പറയുന്ന ലൈനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ AOC നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കൺസിഡർ ട്രയാങ്കിൾ AOC. ട്രയാങ്കിൾ AOC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കുക, ആംഗിൾ OAC ഏതൊക്കെയാ? ആംഗിൾ OAC, ACO ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് AOC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ, AOC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ എന്തായിരിക്കും? ഐസോസിലസ് ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ AOC നമുക്ക് എന്തെന്ന് കിട്ടി? ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് കിട്ടി. അപ്പോൾ ട്രയാങ്കിൾ AOC ഐസോസിലസ് ആയതുകൊണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ഇവിടെ ഒ സി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഒ എ സി. അപ്പോൾ ഒ എ സി എന്ന് പറയുന്ന ആംഗിളും ഒ എ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എ സി ഒ. ഈ രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളിനെ ഞാനിവിടെ എക്സ് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. എത്ര ഡിഗ്രിയാ? ഇത് എക്സ് ഡിഗ്രി, ഇതും എന്താണ്? എക്സ് ഡിഗ്രി. ഇതേ സെയിം മെത്തേഡ് തന്നെ ബി ഒ സി എന്ന് പറയുന്ന ട്രയാംഗിൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കൺസിഡർ ട്രയാംഗിൾ ബി ഒ സി. അടുത്ത കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ ആണ് ബി ഒ സി. ബി ഒ സിയുടെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഏതൊക്കെയാ? ഒ ബി എന്ന് പറയുന്ന സൈഡും ഒ സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയതുകൊണ്ട് ബി ഒ സി എന്ന് പറയുന്ന ട്രയാംഗിൾ എന്ത് തന്നെയായിരിക്കും? ഐസോസിലസ് ആയിരിക്കും, അല്ലെങ്കിൽ സമപാർശ്വമായിരിക്കും. അപ്പോൾ ബി ഒ സി എന്ന് പറയുന്ന ട്രയാംഗിൾ ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വമായതുകൊണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയാംഗിൾ ഒ ബി സി ഇസ് ഈക്വൽ ടു ട്രയാംഗിൾ ഒ സി ബി അല്ലേ? ഈ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിനെ നമുക്ക് എത്ര ഡിഗ്രി ആയിട്ട് എടുക്കാം? y ഡിഗ്രി ആയിട്ട് എടുക്കാം. അപ്പോൾ ആ രണ്ട് ആംഗിൾ നമുക്ക് എന്തായിട്ട് എടുത്തു? y ഡിഗ്രി ആയിട്ട് എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസിഡർ ട്രയാംഗിൾ എ ബി സി. ട്രയാംഗിൾ എ ബി സി ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രയാംഗിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുകയാണെങ്കിൽ ആ ട്രയാംഗിളിന്റെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180. ഏതൊക്കെയാ മൂന്ന് ആംഗിൾസ്? ആംഗിൾ എ പ്ലസ്, ആംഗിൾ ബി പ്ലസ്, ആംഗിൾ സി ഈക്വൽ ടു 180. ഇതാണ് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. നോക്കാം. ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി, ആംഗിൾ ബി എന്ന് പറയുന്നത് y ഡിഗ്രി, ആംഗിൾ സി എന്ന് പറയുന്നത് സം ഓഫ് എക്സ് ആൻഡ് വൈ ആണ് അല്ലെ? എക്സും വൈയുടെയും തുകയാണ് ഇതെന്ന് പറയുന്നത് ആംഗിൾ സി. അപ്പോൾ ആംഗിൾ സി നമുക്ക് എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി is equal to നമ്മുടെ ആൻസർ എത്രയാ? 180. ഇവിടെ എത്ര എക്സ് ഉണ്ട്? 2x. 2x പ്ലസ് എത്ര y ഉണ്ട്? 2y is equal to 180 ഡിഗ്രി. ഈ 2x നിന്നും 2y നിന്നും ഞാൻ 2 കോമൺ എടുത്താൽ ബാക്കി x പ്ലസ് y is equal to നമുക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടി? 180 ഡിഗ്രി. അപ്പോൾ 2 into x plus y is equal to 180 ആണെങ്കിൽ ഇത് നിന്നും നോക്കിയേ x plus y is equal to 180 by 2 അല്ലേ? 2 into x plus y is equal to 180 ആണെങ്കിൽ x plus y is equal to 180 by 2. Therefore x plus y is equal to 90 ഡിഗ്രി എന്ന് കിട്ടി. നമുക്കറിയാം എക്സും വൈയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ സി ആണ്. Therefore ആംഗിൾ സി is equal to x plus y is equal to 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ കണ്ടീഷൻ ഇതാണ്. ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈൻ ഡയമീറ്റർ ആയാൽ മാത്രമേ ആംഗിൾ സി എന്താവുകയുള്ളൂ? 90 ഡിഗ്രി ആവുകയുള്ളൂ. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിനെ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റ് സി ഈസ് ഓൺ ദ സർക്കിൾ. അപ്പോൾ സിയുടെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. അകത്തോ പുറത്തോ അല്ല, വൃത്തത്തിലായിരിക്കും. സി ഈസ് ഓൺ ദ സർക്കിൾ. അപ്പൊ നമുക്ക് മനസ്സിലായി ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. അതിന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. പിന്നെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോണുകൾ എത്രയാണെന്ന് നോക്കാം. ആംഗിൾസ് ഇൻ സെമി സർക്കിൾ അല്ലെങ്കിൽ എന്താണ്? അർദ്ധവൃത്തത്തിലെ കോണുകൾ എത്രയാണെന്ന് നോക്കാം. നമുക്കറിയാം ഇതാണ് സർക്കിൾ. ഈ സർക്കിളിനെ രണ്ട് അർദ്ധവൃത്തമാക്കണമെങ്കിൽ നമുക്ക് എന്ത് വരച്ചാൽ മതി? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം വരച്ചാൽ മതി. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ ഒരു സർക്കിളിനെ രണ്ട് സെമി സർക്കിൾ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു വൃത്തത്തെ രണ്ട് അർദ്ധവൃത്തങ്ങളാക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് ഈ സെമി സർക്കിൾ മേക്ക് ചെയ്യുന്ന എല്ലാ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എ ബി ബേസ് ആയി നമ്മൾ ട്രയാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ തേർഡ് വെർട്ടെക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആണ്.
തേർഡ് വെർട്ടെക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഓൺ ദ സർക്കിൾ ആണ്, അല്ലെങ്കിൽ എവിടെയാണ്? വൃത്തത്തിലാണെങ്കിൽ കിട്ടുന്ന എല്ലാ ട്രയാങ്കിളും മട്ടത്രികോണമായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ആർ റൈറ്റ്, അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും എന്തായിരിക്കും? മട്ടകോണുകളായിരിക്കും. അർദ്ധവൃത്തത്തിലെ എല്ലാ കോണും എന്തായിരിക്കും? മട്ടകോണായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ചു എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ തേർഡ് വെർട്ടെക്സിന്റെ, ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സിന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആണെങ്കിൽ, വൃത്തത്തിലാണെങ്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ മട്ടകോൺ ആണെങ്കിൽ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എ ബി ബേസ് ആക്കിക്കൊണ്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ആ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ്, മൂന്നാമത്തെ ശീർഷം എന്ന് പറയുന്നത് ഇൻസൈഡ് ആണെങ്കിൽ, എന്തിന്? നമ്മുടെ സർക്കിളിന്റെ അകത്താണെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? കൂടാതെ പി ക്യു എന്ന് പറയുന്ന ഡയമീറ്റർ വ്യാസം ബേസ് ആക്കിക്കൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചപ്പോൾ അതിന്റെ തേർഡ് വെർട്ടെക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി സർക്കിൾ, വൃത്തത്തിന് വെളിയിലാണെങ്കിൽ ആംഗിൾ ആർ എത്രയായിരിക്കും എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൺ ദ സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രി, നമുക്ക് തരുന്ന മൂന്നാമത്തെ വെർട്ടെക്സ് ഇൻസൈഡ് ആണെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ 100 വരാം, 110 വരാം, 105 വരാം, 179 വരാം, അല്ലേ? അപ്പോൾ എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരച്ചപ്പോൾ സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻസൈഡ് ആണെങ്കിൽ അവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. 100, 110, 105, 175 ഒക്കെ ആയിരിക്കും. അപ്പൊ 100-നേക്കാൾ കൂടിയ ഏത് ആംഗിൾ കിട്ടിയാലും സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻസൈഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തരുന്ന തേർഡ് വെർട്ടെക്സ് ഇൻസൈഡ് ആണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 90-നേക്കാൾ 90 ഡിഗ്രിയേക്കാൾ കൂടിയ ആംഗിൾ ആയിരിക്കും. മാക്സിമം 180 വരെ പോകത്തുള്ളൂ. 180 കിട്ടിയ സ്റ്റേറ്റിലാണ്, 180 കിട്ടത്തില്ല, 180ക്ക് ഇപ്പുറമായിരിക്കും. ഇനി നോക്കുക, നമുക്ക് തരുന്ന പി ക്യു ഡയമീറ്റർ ആണ്. ആറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്, നമ്മുടെ സർക്കിളിന് വെളിയിലാണെങ്കിൽ ഈ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇൻസൈഡ് ആണെങ്കിൽ നമുക്ക് ഏത് ആംഗിൾ ആണ് കിട്ടുന്നത് അത് 90യേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഔട്ട്സൈഡ് ആണെങ്കിൽ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും? 90യേക്കാൾ കുറവായിരിക്കും. 90യേക്കാൾ കുറവെന്ന് പറയുന്നത് പറയാം 45 വരാം, 50 വരാം, 60 വരാം, 89 വരാം, 70 വരാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ 90 ആണെങ്കിൽ അത് ഓൺ ദ സർക്കിളും വൃത്തത്തിലെ പോയിന്റും, നമുക്ക് കിട്ടുന്ന ആംഗിൾ 90യേക്കാൾ കൂടുതലാണെങ്കിൽ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻസൈഡും, നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ആംഗിള് 90യേക്കാൾ കുറവാണെങ്കിൽ അവന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും. അവന്റെ പൊസിഷൻ എന്തായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും. നമുക്കറിയാം ഓൺ ദ സർക്കിൾ ആണെങ്കിൽ, ഓൺ ദ സർക്കിൾ വൃത്തത്തിലാണെങ്കിൽ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയും. ഇൻസൈഡ് സർക്കിൾ ആണെങ്കിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തിനേക്കാൾ കൂടുതലായിരിക്കും? 90യേക്കാൾ കൂടുതൽ. ഇത് ഔട്ട്സൈഡ് ആണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവായിരിക്കും? 90യേക്കാൾ കുറവായിരിക്കും. അപ്പൊ കണ്ടീഷൻ ഇതേ ഉള്ളൂ. ഓൺ ദ സർക്കിൾ ആണെങ്കിൽ മൂന്നാമത്തെ വെർട്ടെക്സ് വൃത്തത്തിലാണെങ്കിൽ 90, ഇൻസൈഡ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90, ഔട്ട്സൈഡ് ആണെങ്കിൽ ലെസ് ദാൻ 90. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ പി ടി ക്യു, പി എസ് ക്യു, പി ആർ ക്യു എല്ലാത്തിന്റെയും ബേസ് പാദം എന്ന് പറയുന്നത് പി ക്യു ആണ്. ഈ പി ക്യു ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പി ക്യു വ്യാസമാക്കിക്കൊണ്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അവിടെ ടി എസ് ആർ ഇവയുടെ എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ ഒരു വാല്യൂ ഇട്ട് തരാം. ആംഗിൾ ടി എന്ന് പറയുന്നത് 110 ഡിഗ്രി, ആംഗിൾ ആർ എന്ന് പറയുന്നത് 60 ഡിഗ്രി. അപ്പോൾ പി ക്യു ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിൽ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ആർ എസ് ആൻഡ് ടി, അല്ലെ? ആറിന്റെയും എസിന്റെയും ടിയുടെയും എന്ത് കണ്ടുപിടിക്കുക? പൊസിഷൻ കണ്ടുപിടിക്കുക. അത് നമുക്ക് മനസ്സിലായി. അപ്പൊ പി ക്യു ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ ഞാൻ വരച്ചാൽ ആംഗിൾ എസ് എന്ന് പറയുന്നത് ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അപ്പൊ പി ക്യുവിന്റെ തേർഡ് വെർട്ടെക്സ് ആണ് എസ്. ആംഗിൾ എസ് 90 ഡിഗ്രി ആയതുകൊണ്ട് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കും.
അപ്പൊ ആംഗിൾ എസ് 90 ഡിഗ്രി ആയതുകൊണ്ട് മാത്രമായിരിക്കും അത് എന്ത് വരുന്നത് ഓൺ ദ സർക്കിൾ. അപ്പോൾ നമ്മൾ എന്തുവാ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ സർക്കിൾ വരച്ചാൽ എന്തിന്റെ സ്ഥാനം എസിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിലായിരിക്കും. നമുക്ക് നോക്കാം. ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് 90യേക്കാൾ കുറവാണെങ്കിൽ അല്ലേ, 60 ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്, 90നേക്കാൾ കുറവാണ്. അപ്പൊ 90നേക്കാൾ കുറവായതുകൊണ്ട് ഇവന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിന് വെളിയിലായിരിക്കും. ഫിഗർ വരച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ആറിന്റെ പൊസിഷൻ എവിടെയാണ്? ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആംഗിൾ ടി ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി. ആംഗിൾ ടി എന്ന് പറയുന്നത് 110 ആണെങ്കിൽ ഈ 110 എന്ന് പറയുന്നത് 90നേക്കാൾ കൂടുതലാണ്. ഏത് ആംഗിളാണോ 90നേക്കാൾ കൂടുതൽ അവന്റെ പൊസിഷൻ, ആംഗിൾ കണ്ടെയ്ൻ ചെയ്യുന്ന വെർട്ടെക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇൻസൈഡ് ആയിരിക്കും. എവിടെയായിരിക്കും? ഇൻസൈഡ് ആയിരിക്കും. ഈ പാഠഭാഗത്തിലെ ഫസ്റ്റ് ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ആംഗിൾ തേർഡ് വെർട്ടെക്സിന്റെ ആംഗിൾ 90 ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, ലെസ് ദാൻ 90 ആണെങ്കിൽ 90നേക്കാൾ കുറവാണെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ എന്തായിരിക്കും? ഇൻസൈഡ് ദി സർക്കിൾ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്.